പരിശുദ്ധ അമ്മ കുറേ നെയ്യുമല്ലോ, ദിവസങ്ങളിൽ നെയ്യും. അപ്പോൾ കൊച്ചിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കൊച്ചു ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൊച്ച് ഉണ്ണിവാവ എഴുന്നേറ്റിട്ട് ഇരുന്ന് കളിക്കുക. പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ആ ടൈമിൽ പരിശുദ്ധ അമ്മ ഈ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ തലയിലുള്ള അങ്കിയുണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുഞ്ഞുവാവ ചെന്നിട്ട്, ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസം നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. പരിശുദ്ധ അമ്മ തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്നു. അന്ന് ഭൂമിയിൽ നമ്മളെപ്പോലെ ജീവിച്ചിരുന്ന കാലത്ത് പരിശുദ്ധ അമ്മ സ്വന്തം കുഞ്ഞിനെ എങ്ങനെ സ്വന്തം കരവലയത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തു, പരിരക്ഷിച്ചു. എത്രമാത്രം കരുതലോടെ കൂടിയാണ് ഉണ്ണി മിശിഹായെ ആ അമ്മ നോക്കിയിരുന്നത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയെ നമ്മൾക്ക് വേണ്ടി ഈശോ തൻ്റെ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് തന്നപ്പോൾ ആ അമ്മ നാം ഭൂമിയിലുള്ള എല്ലാ മക്കളെയും യേശുവിനെ പോലെ തന്നെ നമ്മളെയും സ്വന്തം മക്കളായി കരുതി നമ്മളെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ അമ്മ. എപ്പോഴും നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരു അമ്മയാണ് പരിശുദ്ധ അമ്മ. അത് എല്ലാവരും അറിഞ്ഞ് വിശ്വാസത്തോടു കൂടി വിളിച്ചാൽ ഒരിക്കലും ഓടിപ്പോകില്ല നമ്മുടെ അടുത്തുനിന്ന്. എപ്പോഴും നമ്മുടെ മുമ്പിൽ, നമ്മുടെ താങ്ങായി തണലായി പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഒത്തിരിയും നമ്മൾക്ക് തന്നുകൊണ്ട്, ഒത്തിരിയും നമ്മൾ ധരിക്കുന്ന മുഖേന നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒത്തിരിയാണ്. ജപമാല ചൊല്ലുന്നതിലൂടെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഒത്തിരി നമ്മൾക്കുണ്ടാകും. ഇരുകുടുംബത്തെ മനസ്സിൽ ധ്യാനിച്ച് മെഡിറ്റേഷൻ ചെയ്തതിലൂടെ ഒരു സിസ്റ്ററിൻ്റെ അനുഭവം, ആ സിസ്റ്ററിനെ വളരെയധികമായി വിഷൻ കിട്ടുകയുണ്ടായി. ഈ തിരുക്കുടുംബം എങ്ങനെയാണ് ജീവിച്ചതെന്ന്. അപ്പോൾ ആ സമയത്തെ പരിശുദ്ധ അമ്മ കുഞ്ഞ് ഉണ്ണിയെ എങ്ങനെ കരുതി വളർത്തി എന്നുള്ള ഒരു ഭാഗം ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിനമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മെ കരുതുന്ന, നമ്മളെ കാക്കുന്ന, നമ്മളെ സ്വന്തം മക്കളെ എന്ന പോലെ നമ്മുടെ സ്വർഗീയ അമ്മ നമ്മളെ കരുതുന്നു, കാക്കുന്നു, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആ അമ്മയുടെ കരുതൽ ഭൂമിയിൽ ഉണ്ണി മിശിഹായെ എങ്ങനെ കരുതി എന്നുള്ള ആ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരിക്കൽ പരിശുദ്ധ അമ്മ ഗോതമ്പ് മിക്സ് ചെയ്തതിന് ശേഷം ചപ്പാത്തി പോലെ, അന്നും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ അവർ ഈ കല്ലിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ പരത്തിയിട്ട് അത് പിന്നെ അടുപ്പിൽ, അന്ന് എണ്ണയൊന്നും ഇല്ലാതെ ചുമ്മാ മൺചട്ടിയിൽ, പരന്ന ടൈപ്പ് മൺചട്ടിയിൽ ഇട്ട് ഇങ്ങനെ വേവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തോട്ടും ഇപ്പുറത്തും തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്ത് കഴിക്കുന്ന അതിന് അവർ പച്ചക്കറി എന്തെങ്കിലും ഇലകളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, ബാജി, അതായത് തോരൻ കറിയാക്കി തോരനായിട്ട്, അതായത് വെറുതെ പച്ചക്കറി ചാറില്ലാതെ കറിയാക്കി ഇങ്ങനെ വേവിച്ച് ചിക്കിയെടുത്ത് അത് കൂട്ടി കഴിക്കും. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പറേഷനാണ്. ഒരു വൈകുന്നേരം സമയത്ത് ഈ യേശുപിതാവ് പണി കഴിഞ്ഞ് വരാനായി. അപ്പോൾ ഇവർ പരിശുദ്ധ അമ്മ കുറേ നെയ്യുമല്ലോ, ദിവസങ്ങളിൽ നെയ്യും. അപ്പോൾ കൊച്ചിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കൊച്ചു ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിവാവ എഴുന്നേറ്റിട്ട് ഇരുന്ന് കളിക്കുക. പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ആ ടൈമിൽ പരിശുദ്ധ അമ്മ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ തലയിലുള്ള അങ്കിയുണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുഞ്ഞുവാവ ചെന്നിട്ട്
ആ നീണ്ടു കിടക്കുന്ന അങ്കി എടുത്തിട്ട് ഈ ദോ ഈ മാവ് കുഴയ്ക്കുന്നില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അങ്കിയിൽ ഇങ്ങനെ തുടച്ച് വെച്ചിട്ട് അങ്കിയിൽ എന്താ വെച്ച് അപ്പം ചുടുന്ന പോലെ അങ്ങനെ ആക്കി വെച്ചു. അമ്മ ഇങ്ങനെ അവരുടെ തലമുണ്ടിന് വളരെ നീളമാണല്ലോ യഹൂദ സ്ത്രീകളുടെ. പരിശുദ്ധ അമ്മ ഇങ്ങനെ ഈ തലമുണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇരിക്കുമ്പോൾ അതിങ്ങനെ നീണ്ട് കിടക്കുക പുറകിലോട്ട്. അപ്പോൾ ഇവിടെ അന്നൊക്കെ കാലത്ത് നിലത്തിരുന്നാണല്ലോ അവർ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിലത്തിരുന്ന് ഇങ്ങനെ ഇത് ഒരു പലകയിൽ ഇങ്ങനെ ഇത് പരത്തിയിട്ട് അടുപ്പ് നിലത്താണല്ലോ, അപ്പോൾ അതിനകത്ത് തന്നെ ഇങ്ങനെ ഇട്ട് വേറെ ഒരു ചട്ടിയിലോട്ട് ഇട്ട് ചുട്ടെടുക്കുന്നു. അപ്പോൾ അടുത്ത് പരത്തുന്നു. അപ്പോൾ ഈ കുഞ്ഞ് പോയി കുറേ നേരം നോക്കിയിരുന്നു അമ്മ എന്താ ചെയ്യുന്നതെന്ന്. എന്നിട്ട് അതുപോലെ കുറച്ച് അതിൽ നിന്ന് എടുത്ത് സൈഡിൽ നിന്ന് അമ്മ നോക്കുന്നുണ്ടോ എന്ന് ഏട്ടങ്കണ്ണിട്ട് നോക്കിയിട്ട് ഓടിപ്പോയി അതിൽ നിന്ന് ഒരു പിടി വാരി എടുത്തിട്ട് അമ്മയുടെ മേലങ്കിയുടെ പുറകശത്ത് ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പരത്തിയിട്ട് കൈകൊണ്ട് പരത്തിയിട്ട് ആ ഉടുപ്പയിൽ അങ്ങനെ മേലങ്കിയിൽ തേച്ച് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത്രയും വെച്ച് അത് കഴിഞ്ഞ് പിന്നെ വേറെ എന്തോ കളിക്കാൻ കുഞ്ഞു പിള്ളേർ അങ്ങനെയാണല്ലോ, ഒന്ന് കഴിഞ്ഞ് അടുത്ത ശ്രദ്ധ വേറെ ഒന്ന്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ആ കാര്യം മറന്നുപോയി. പരിശുദ്ധ അമ്മ കുറേ കഴിഞ്ഞപ്പം എഴുന്നേറ്റപ്പോൾ ഈ എന്താണ് പൊന്താൻ പറ്റാത്ത രീതിയിൽ നോക്കുമ്പോൾ ഈ ഗോതമ്പ് പിടിച്ച ഇത് മണ്ണോട് ചേർന്ന് പശു പോലെയായി. പിന്നെ കുഴപ്പമില്ല, എഴുന്നേറ്റപ്പം അങ്ങനെ പരിശുദ്ധ അമ്മ എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ കുഞ്ഞുവാവയുടെ മേൽ നിറയെ വെള്ള കളറിൽ ഇങ്ങനെ ഈ മാവ് തേച്ച് അവിടെ ഇവിടെയും ഒക്കെ തേച്ച് വെച്ചേക്കുക. പിന്നെ അതിനെ പോയി കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ചെറിയൊരു ഇങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ മണ്ണും കൊണ്ടുണ്ടാക്കിയ കലങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ മണ്ണും കൊണ്ടുണ്ടാക്കിയ ചെരുവം, അതായത് കളിമണ്ണ്, അതായത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ മൺചട്ടിയില്ലേ, അതുപോലെ മൺചട്ടിക്ക് കലം, മൺചട്ടി, മണ്ണ് കൊണ്ടുള്ള ചെരുവം, അങ്ങനെ ഒരു ചെരുവത്തിൽ വെള്ളം ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക ഇല്ലിയല്ല ഓടയിൽ കൂടി ഇങ്ങനെ ഒഴുകി വരിക. ഓട ഇങ്ങനെ കണക്റ്റഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു കുന്നൻ പ്രദേശം പോലെയുള്ള ഏരിയയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർത്തി കൊണ്ടുവന്നേക്കുക. ഓടയിലാണ് വെള്ളം ഊർത്തി കൊണ്ടുവന്നേക്കുന്നത്. അത് ഇങ്ങനെ അവരുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ പുറകുവശത്തായിട്ട് ഇങ്ങനെ വന്ന് വീഴുക. അപ്പം അതിൽ നിന്ന് ഈ വെള്ളം അവിടുന്ന് കോരിക്കൊണ്ട് വന്ന് ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഈ കൊച്ചിനെ ഒരു കല്ലേൽ കയറ്റി, ഒരു കല്ലുണ്ട്, ഒരു കുഞ്ഞി കല്ല്, ആ കല്ലേൽ കയറ്റി നിർത്തി കുളിപ്പിച്ച് എടുത്തുകൊണ്ട് പോകണു അകത്തേക്ക്. എന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ യോസേപ്പിതാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ചിരിക്കുകയാണ് രണ്ടുപേരും കൂടി. പരിശുദ്ധ അമ്മ യോസേപ്പിതാവിനോട് പറഞ്ഞു, ഞാനിത് ഭക്ഷണം ഇത് കൊടുത്തോണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ യോസേപ്പിതാവിന് ഈ ചപ്പാത്തി കറിയും കൊടുക്കുക. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമാശ ഉണ്ട് പറയാൻ. യശുവ എന്ന് വിളിക്കുന്നത്, യശുവ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അവർ ഭയങ്കര ചിരി. അപ്പോൾ യേശുപിതാവ് വേഗം കുഞ്ഞുവാവനെ എടുത്ത് മടിയിൽ വെച്ച്, ആണോ അങ്ങനെ ചെയ്തോ, അമ്മയ്ക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സഹായിച്ചോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉമ്മയൊക്കെ വെക്കുന്നു. അങ്ങനെയുള്ളൊരു വിഷൻ പോലെ സിസ്റ്റർ മെഡിറ്റേഷനിലൂടെ കണ്ട് അങ്ങനെ. അപ്പം ആ സിസ്റ്റർ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും തിരുക്കുടുംബം ഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് എന്തോ അസാമാന്യ പ്രത്യേകതയുണ്ട്, സൂപ്പർ നാച്ചുറലായിരുന്നു. അല്ല, ഒരിക്കലും അല്ല. സാധാരണ കുടുംബം ജീവിച്ചതുപോലെ തന്നെയാണ് ഈ കുടുംബവും ജീവിച്ചിരുന്നത്, ഒരു സാധാ കുടുംബം പോലെ. പക്ഷേ അവർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച, അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി അന്നന്ന് വർക്ക് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. അവർക്ക് അല്ലാതെ ബാങ്ക് ബാലൻസോ വലിയ പൈസയോ വലിയ സമ്പത്തോ എന്താ പറയുക, ഒത്തിരി നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ സ്വൽക്കൂറ്റി വെച്ചതോ ഒന്നുമില്ലായിരുന്നു. അന്നന്ന് യേശുപിതാവ് പോയി വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അന്നന്ന് ഭക്ഷണത്തിനുള്ള വക വാങ്ങിക്കൊണ്ടുവരും. പിന്നെ പരിശുദ്ധ അമ്മ വീട്ടിലിരുന്ന് നെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചത്. അവർക്ക് ചെറിയൊരു കുഞ്ഞു വീടും ഉണ്ടായിരുന്നു.
അതിൽ നല്ല സന്തോഷമായിട്ട് എപ്പോഴും അവരുടെ തിരുക്കുടുംബം സമ്പന്നമായിരുന്നു. ഏത് വിധേനയെന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഉള്ളതുകൊണ്ട് അവർ സംതൃപ്തിപ്പെട്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി സ്വരച്ചേർച്ചയോടും കൂടി ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും തിരുക്കുടുംബത്തിൻ്റെ മാതൃക ഫോളോ ചെയ്യണം, അതായത് തിരുക്കുടുംബത്തെ പോലെ ജീവിക്കണം എന്ന് പറയുന്നത്. ആ കുടുംബത്തിലെ ഐക്യം, സ്നേഹം, ഒത്തൊരുമ, അതെല്ലാമാണ് തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അതായത് സമ്പത്ത്, സ്വത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ തിരുക്കുടുംബത്തിന് വേറെ ഒരു സ്വത്ത് ശേഖരണോ സ്വർണ്ണ നാണയങ്ങൾ ശേഖരിച്ചു, അന്ന് അക്കാലത്തൊക്കെ സ്വർണ്ണ നാണയങ്ങളാണല്ലോ കിഴികളിങ്ങനെ ശേഖരിച്ച് വെക്കും, അങ്ങനെയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഉള്ളത് കൊണ്ട് അന്നന്ന് ജീവിച്ചു പോകണം. അങ്ങനെ ഒരു നല്ല സന്തോഷകരമായ ഒരു കുടുംബമാണ് തിരുക്കുടുംബം.